ചേട്ടാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പരാമർശം വലിയ വിവാദമായി തീരുകയാണ്. അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരൊക്കെ ഭാവിയിൽ നാണം കെടേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. രാഹുൽ ഗാന്ധി കൃത്യമായിട്ടുള്ള മറുപടിയും പറഞ്ഞിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഈ വിവാദത്തെക്കുറിച്ച്? പുള്ളിയുടെ പ്രസ്താവന വായിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ട്രംപും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ നാണിച്ച് ലജ്ജിച്ച് തലാഴ്ച കിടന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു തമാശക്ക് പറഞ്ഞതാണ്, പക്ഷേ ഇതിൻ്റെ സീരിയസ് ആയിട്ടുള്ളൊരു ഘടകമുണ്ട്. ആ ഘടകം ഗൗതത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ ഘടകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇവരുടെ നേരത്തെയുള്ള ഞാൻ ഇന്നലെ പറഞ്ഞ പദ്ധതിയുടെ തുടക്കമാണ്. പല പല ഐറ്റത്തിൽ ഒന്നാണ്. അതിലൊന്നാണ് ഹിന്ദി എന്ന് പറയുന്നത്. ഹിന്ദി ഇന്ത്യയിലെ മുഴുവൻ ഒരു ഭാഷയാക്കി മാറ്റിയാൽ അവർക്ക് കൃത്യമായിട്ട് അവർ പറയുന്ന എല്ലാ മെസ്സേജുകളും എല്ലാ പ്രസംഗങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാവരിലേക്കും കൃത്യമായി എത്തിക്കാൻ പറ്റും. അപ്പോൾ അത് ഒന്ന് ഹിന്ദിയാണെങ്കിൽ, രണ്ടാമത്തേത് നമുക്കറിയാം രാമൻ എന്ന് പറയുന്ന ദൈവമായിരുന്നു, മൂന്നാമത്തേത് ഭാരതാംബ പോലെയുള്ള ദേശീയത കൊടുക്കുന്ന പ്രൊജക്റ്റുകളായിരുന്നു. അപ്പോൾ ആ പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. പക്ഷെ നടത്തിയത് ഇപ്പോൾ ഇതൊരു വിവാദമാകാൻ വേണ്ടിയോ അല്ലെങ്കിൽ ബാക്കി വലിയ പ്രശ്നമുണ്ടാകാൻ വേണ്ടിയോ ഒന്നും നടത്തിയതല്ല. അശുതോഷ് അഗ്നിഹോത്രി എന്ന് പറയുന്ന ഒരു 1994 IAS-കാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിന്, അദ്ദേഹം ഒരു പോയറ്റാണ്, ഇതിനു മുമ്പ് നിരവധി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് ഹിന്ദി അത്ര വലിയ ഭാഷയായി മാറുമ്പോൾ, അതായത് പ്രൈഡോടുകൂടി അഭിമാനത്തോട് സംസാരിക്കാനുള്ള ഒരു ഭാഷയായി മാറുമ്പോൾ ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കുമെന്നാണ്. നമ്മൾ നാട്ടിലെ ലാംഗ്വേജസ് എല്ലാം അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് തനതായിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള എന്ത് ചെയ്യണം, നൽകണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിനൊരു കൊളോണിയൽ സ്ലേവറി എന്ന രീതിയിലും ഈ ഇംഗ്ലീഷിനെ അതിനെ ആളുകൾ ഭാവിയിൽ തിരസ്കരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആ ഒരു സിമ്പിളായിട്ട് അതിനെ കാണും. അല്ല, അങ്ങനെ കണ്ടാലേ പുള്ളിയുടെ പദ്ധതി വിജയിക്കുള്ളൂ. പിന്നെ അങ്ങനെ കാണുമ്പോൾ നമ്മൾ വേറെ കാര്യം പിടിച്ച് പുള്ളിയെടുത്ത് അങ്ങനെയാണോ? അല്ല, തിരിച്ച് പുള്ളിയെടുത്ത് ചോദിക്കാനുണ്ട്. ശരിക്കും അങ്ങനെ മലയാളവും തമിഴും മറ്റേ ബംഗാളിയും ഒറീസയും അത്തരം ഭാഷകളൊക്കെ എന്ത് ചെയ്യും? അല്ല, അത് ഇവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള, അതായത് ഇന്ത്യക്ക് ഒരുപാട് ഭാഷകളുണ്ടല്ലോ, നിരവധിയായിട്ടുള്ള ഭാഷകൾ. അപ്പൊ പിന്നെ പുള്ളി ഹിന്ദി മാത്രം പറയണ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. അല്ല, അതൊക്കെ തെറ്റാണ്. എന്ത് ഹിന്ദി മറ്റു ഭാഷകൾക്ക് മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. തമിഴ്നാട്ടിൽ അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ ഞാനിവിടെ ഇംഗ്ലീഷിന്റെ കാര്യമാണ് പറഞ്ഞത്. കേട്ടില്ല, ഇംഗ്ലീഷിന്റെ കാര്യമാണ് ഇവിടെ. ഇംഗ്ലീഷൊക്കെ പിന്നെ കൊളോണിയൽ സ്ലേവറി ആയിട്ട് ഇംഗ്ലീഷിനെ കാണേണ്ട ആവശ്യമുണ്ടോ? അത് നല്ല, പിന്നെ കൊളോണിയൽ സ്ലേവറി ആയിട്ടൊന്നും ഒരു ഭാഷയും കാണേണ്ട ആവശ്യമില്ല. വേൾഡ് ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ. ചൈനയിൽ സംസാരിക്കുന്നുണ്ടോ? ഏതാ? ചൈന, ഫ്രാൻസ്, റഷ്യ, അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. ചൈന, ഫ്രാൻസ് 10% താഴെ ആളുകളാണ് ഇംഗ്ലീഷ് വിനിമയം ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അല്ല, ഇതൊരു അറിവ്, അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടേതായ ഭാഷകളെയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അല്ല, ഇത് ഒരു അറിവ് പ്രദർശിപ്പിക്കാനുള്ള വേദിയായിട്ടാണ് കണക്കൂട്ടുന്നതെങ്കിൽ ഞാൻ പ്രദർശിപ്പിക്കാം. റഷ്യയിലും ചൈനയിലും പിന്നെ താങ്കൾ വിട്ടുപോയ രാജ്യങ്ങളൊക്കെ ഉണ്ട്, ജപ്പാൻ ഉണ്ട്, ജർമ്മനി ഉണ്ട്. ഇവിടെ ഒന്നും ഇത് പറയുന്നില്ല. പക്ഷേ എൻ്റെ പൊന്നു സുഹൃത്തെ, ഇതെന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ 10% പേരെ സംസാരിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും ഒരു വേൾഡ് കണക്റ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. തീർച്ചയായിട്ടും. മനസ്സിലായോ? ഇത് തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. അത്രേ ഉള്ളു. ഈ പറയുന്ന എല്ലാ ഭാഷയിൽ നിന്നും കൃതികൾ ആദ്യം വിവർത്തനം ചെയ്യപ്പെടുന്നത് ഇംഗ്ലീഷുകളിലേക്കാണ്. കാരണം എന്ന് വെച്ചാൽ അതൊരു വലിയ ജനക്കൂട്ടം വായിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയ്ക്ക് അതിൻ്റേതായ പ്രാമുഖ്യമുണ്ട്. പിന്നെ ഞാനൊരു കാര്യം തിരിച്ചങ്ങോട്ട് പറയുന്നു. നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും എന്നല്ല, നിങ്ങൾക്കൊരു 10 ഭാഷ, ഇപ്പം നേരത്തെ നരസിംഹ റാവുവിനൊക്കെ 8 ഭാഷ അറിയായിരുന്നു, പക്ഷേ അപ്പോൾ അദ്ദേഹം വാതുറക്കില്ലായിരുന്നു. പക്ഷേ 8 ഭാഷ അറിയാവുന്ന പോലെ 8 10 ഭാഷ പഠിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അതൊന്നും മറ്റേ കൊളോണിയൽ സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ടൊന്നും കാണേണ്ട ഒരു ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പുച്ഛിച്ച് തള്ളും. കാരണം എന്ന് വെച്ചാൽ അവർ കാനഡയിൽ പോകാനും അമേരിക്കയിൽ പോകാനും ജർമ്മനിയിൽ പോകാൻ ഒക്കെ ഭാഷ പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ സംബന്ധിച്ച് ഇത് കേട്ടാൽ ലജ്ജിച്ചതാണ്. ഒരുപക്ഷെ അമിത്ഷാ ആഗ്രഹിക്കുന്നത് ഇംഗ്ലണ്ടിലും അല്ലെങ്കിൽ റഷ്യയിലും ഉള്ളവരൊക്കെ ഇന്ത്യയിലെ ഹിന്ദി പഠിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു കാലം, അതിന് വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ നമ്മൾ ജർമ്മൻ പഠിച്ചിട്ട് ജർമ്മനിയിൽ പോകുന്ന ഒരുപാട് പേരുണ്ടല്ലോ, ജർമ്മൻ പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ കൂണുപോലെ നമ്മുടെ നാട്ടിൽ വികസിക്കുകയും ചെയ്യുന്നുണ്ട്. അതായിരിക്കും അമിത്ഷായുടെ മനസ്സിലുള്ളതെന്ന് തോന്നുന്നു. അത് അമിത്ഷായുടെ മനസ്സിലുള്ളത് അതല്ല. അമിത്ഷായുടെ മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം. കാരണം ഈ ഹിന്ദി എന്ന് പറയുന്ന ഒരു ഭാഷ കേരളം മുതൽ ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങൾക്കും മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയായിരുന്നുവെങ്കിൽ പുള്ളിക്ക് പുള്ളിയുടെ പ്രൊഡക്റ്റ് കുറച്ചുകൂടി ഗംഭീരമായി സെല്ല് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് നരേന്ദ്രമോദി കഴിഞ്ഞ 2 പ്രസംഗങ്ങളിൽ രാജ്യസഭയിലും ലോക്സഭയിലും നടത്തിയ പ്രസംഗമുണ്ട്. അതിൽ രാഹുൽ ഗാന്ധിയെ പുള്ളി ഉപദേശിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു കട തുറന്നു, ആ കട പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ പ്രൊഡക്റ്റ് വെക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ പ്രൊഡക്റ്റുകളിൽ ഒരെണ്ണം രാമനാണ്, ഒരെണ്ണം ഭാരതാംബയാണ്, ഒരെണ്ണം
ഈ പറഞ്ഞ പോലെ ഹിന്ദിയാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ഹിന്ദി അതുപോലെയുള്ള ഒരു രാഷ്ട്രഭാഷയാണെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലടക്കം പല സ്റ്റേറ്റുകളിലും ഇവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പുള്ളിക്ക് ഇൻഡിജീനിയസ് ഇല്ല, പക്ഷേ ഇവിടെ പുള്ളിക്ക് ഇൻഡിജീനിയസ് ഉണ്ട്, ഇവിടെ പുള്ളിക്ക് കൊളോണിയൽ സംസ്കാരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ വെറും അഭ്യാസം മാത്രമാണ്. ദേശീയ ഭാഷ ഹിന്ദിയാണല്ലോ. ആണ്, അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ദേശീയ ഭാഷ ഹിന്ദിയാണെന്നുള്ളത് കൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ച് ലജ്ജിക്കണമെങ്കിൽ എനിക്ക് മനസ്സിലായില്ല. ദേശീയ അതിനെ നമുക്ക് ഞാൻ പറയുന്നത് അതിനെ എന്താണ് താങ്കൾ പറഞ്ഞ ആ ഒരു ആസ്പെക്റ്റിലും അതിനെ കാണാം. അല്ല, എങ്ങനെ താങ്കൾ പറഞ്ഞ ആ ആസ്പെക്റ്റിലും കാണാം, മറ്റൊരു ആസ്പെക്റ്റിലും അതിനെ കാണാം. അതിന് രണ്ട് സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇംഗ്ലീഷ് പറഞ്ഞിട്ട് അവര് പുള്ളി അതിൽ യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിച്ചത് വരും വർഷങ്ങളിൽ, അതായത് ലോകരാഷ്ട്രങ്ങളൊക്കെ അവരുടേതായ ഭാഷകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇംഗ്ലീഷ് സ്വതവേ ഒരു സ്ലേവറി ഭാഷ എന്ന നിലയിൽ തിരസ്കരിക്കപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അത് പറയാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ മറ്റ് രാജ്യങ്ങളൊക്കെ അവരുടെ ഭാഷകൾ പ്രൊമോട്ട് ചെയ്യുന്നു. ഇതൊക്കെ നടക്കും സുഹൃത്തെ. ഇത് നടക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പം ഹിന്ദി ആളുകൾ വേണമെങ്കിൽ ലോകത്തുള്ള മറ്റാളുകൾ പഠിക്കും. അതിനെന്ത് വേണം? ഇവിടെ വലിയ തോതിൽ വ്യവസായങ്ങൾ വേണം. ഇവിടെ ഈ പറയുന്ന പോലെ വൈഡ്ലി IT കമ്പനികൾ വേണം. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഇപ്പം നമ്മളിവിടെ നിന്ന് ഈ പറയുന്ന ഹോളിവുഡിലേക്ക് ഇവിടെ നിന്ന് സിനിമകളിലേക്ക് പോകുന്നത് പോലെ, ന്യൂയോർക്കിലേക്ക് ചൂതാട്ടത്തിന് പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പം സിലിക്കൺ വാലിയിലേക്ക് പോകുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ലോകത്ത് നിന്ന് മറ്റു പല സ്ഥലത്തു നിന്നും ആളുകൾ ഇങ്ങോട്ട് വരികയും ചെയ്യുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ചിലപ്പോൾ ഹിന്ദി പഠിച്ചേക്കാം. പക്ഷെ അതിന് നമ്മൾ ഈ വാചോടോപം കൊണ്ട് കാര്യമില്ല, അതിന് വെറുതെ ഡയലോഗ് കൊണ്ട് കാര്യമില്ല. വലിയ വിഷൻ വേണമല്ലോ, അതിന് വലിയ വിഷൻ വേണം. അതിനുവേണ്ടി പണിയെടുക്കണം. അതിന് പണിയെടുക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണമെന്ന് ആ വിഷൻ BJPക്ക് ഇല്ല എന്ന് കരുതുന്നുണ്ടോ? ഏതാ ആ വിഷൻ? ആ വിഷനൊക്കെ BJPക്ക് ഉണ്ട്. അതിനേക്കാളും വലിയ വിഷൻ ഈ രാഷ്ട്രീയത്തിലുണ്ട്. അതുകൊണ്ടാണ് പുള്ളി ഈ ഹിന്ദി ഉന്തണതും അതുപോലെ തന്നെ ഭാരതാംബ എന്ത് ചെയ്യുന്നു മുമ്പോട്ട് ഒരാവശ്യമില്ലാത്ത പടം മുമ്പോട്ട് വെക്കുന്നതും അതുപോലെ തന്നെ മറ്റേ എന്ന് പറയുന്ന ഏകദൈവത്തെ മുന്നോട്ട് വെക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അത് അവരുടെ പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്, ആ പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ഡയലോഗ് പുള്ളി വിട്ടുവെന്നേ ഉള്ളൂ. കിട്ടിയ സ്ഥലത്ത് പുള്ളി ഒന്ന് എന്ത് ചെയ്തു, അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല. ആളുകൾ അതിന് അവജ്ഞയോടുകൂടി തള്ളിക്കളയും, ഒരു സംശയമില്ല. പിന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഞാനിതേവരെ ആരെയും കണ്ടിട്ടില്ല. ഞാൻ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. നേരെ തിരിച്ച് ഒരു സായിപ്പ് വന്നിട്ട് നമ്മളോട് വന്ന് ചോദിക്കുകയാണ്, മറ്റേ ലജ്ജിച്ച് അവരോ തിരിച്ച് ഇംഗ്ലീഷിൽ മറുപടി പറയാൻ അറിയാൻ പാടില്ല, അത് ലജ്ജിച്ച് തല താഴ്ത്തുന്ന രംഗം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മനോഹരമായൊരു രംഗം കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ 2 മിനിറ്റ് എടുത്ത് ഞാൻ അതിൻ്റെ കഥ പറയാം. ഞാൻ നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഫ്രണ്ടിൽ ബോട്ട് ജെട്ടിയിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ ഞാനത് പിറ്റേ ദിവസം കുട്ടികളോട് സെമിനാറിൽ പറഞ്ഞു. ഒരു പോലീസുകാരൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഒരു നല്ല ഹൈറ്റ് ഉള്ള ഒരു വിദേശി എന്ന് തോന്നുന്ന ഒരാൾ വന്നിട്ട് അയാളുടെ അടുത്ത് ചോദിക്കുന്നു, വേർ ഈസ് ബ്രോഡ്വേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്കിത് കേൾക്കാൻ പറ്റില്ല. നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ് കിടക്കുന്നത്. നമ്മൾ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ്, അവരപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഈ പോലീസുകാരൻ ശരിക്കും പറഞ്ഞാൽ 3 തവണ ചോദിച്ചപ്പോൾ പോലീസുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കണം നമുക്ക് കാണാം. ഏത് മനസ്സിലായി? മാറിക്കളിക്കണം. അത് കഴിഞ്ഞിട്ട് പോലീസുകാരൻ എന്ത് ചോദിച്ചാൽ പിന്നെ പുള്ളിക്ക് നിക്കക്കളിയില്ലാതായി. കാരണം ഈ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചോളം പോലീസുകാരെന്ന് പറഞ്ഞാൽ ജനത്തെ സഹായിക്കാനുള്ള ഒരാളാണ്, നമ്മളിവിടത്തെ പോലെ കാണുന്നതല്ല. അപ്പോൾ ലാസ്റ്റ് പോലീസുകാരൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. പുള്ളി 2 സൈഡിലേക്ക് ആ മറ്റേ ഒരു കൈ കൊണ്ട് ഇപ്പുറത്ത് ഒരു സ്റ്റോപ്പും കാണിച്ച് പുള്ളി നേരെ റോഡിനോട് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് ഇയാൾ വന്നത് ഞങ്ങളുടെ മുമ്പിലേക്കാണ്. അന്ന് കൊച്ചി കോർപ്പറേഷൻ്റെ PA എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട്. പുള്ളി ഞാനും അവിടെ നിൽക്കുകയാണ്. പുള്ളി ഞാനും നിൽക്കുമ്പോൾ ഈ പോലീസുകാരെ നേരെ വന്ന് ഞങ്ങളോട് പറയാണ്, ഈ നാട്ടിലുള്ള കുരിശികൾ പോരാതെ പുറം നാട്ടിൽ നിന്ന് ഓരോരോ കുരിശികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റേ പുള്ളി ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറയാണ് അയാൾ മറ്റേ ബ്രോഡ്വേ എവിടെയാണെന്ന് ചോദിക്കണം. പക്ഷേ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരെ ഈരെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. പക്ഷേ പുള്ളിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെയുള്ള പുള്ളി ഗസറ്റ് ഓഫീസറാണ്. പുള്ളി അയാളുടെ ചൂടായി. പുള്ളി പറഞ്ഞു താനിങ്ങനെ അയാളെ ചീത്ത പറഞ്ഞതിന് വരെ തനിക്ക് ഐ ഡോണ്ട് നോ എന്ന് പറയാൻ അറിയാൻ പാടില്ലേ? അതറിയാം, എങ്കിൽ തനിക്ക് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞ് ചൂടായി പോലീസുകാരുടെ. അപ്പോൾ പോലീസുകാരൻ നേരെ തിരിച്ചു പറയാണ്, അത് ശരി, ഒരു പുറം നാട്ടിലുള്ള ഒരാളുടെ നിന്ന് രക്ഷപ്പെട്ടും കൂടെ വന്നപ്പോൾ ഇവിടെയും തലവേദനയാണെന്ന് പറഞ്ഞ് പുള്ളി അങ്ങോട്ട് മാറാൻ നിൽക്കുമ്പോഴേക്കും ഇയാൾ പിന്നെ വന്ന് ഇയാളെ തട്ടാണ്. അപ്പം ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ പോലീസുകാരൻ ഇങ്ങനെ പോയ രീതിയിൽ തന്നെ അയാൾ ഓടുന്നു വരികയാണ്. ഏത് 2 സൈഡും കൈ കാണിച്ച് ഇങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 സൈഡും കൈ കാണിച്ച് ഇപ്പുറത്തേക്ക് ഒന്ന് തട്ടിയിട്ട് വേർ ഈസ് ബ്രോഡ്വേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ കയറി ഇടപെട്ട് പറഞ്ഞു കൊടുത്തു. ഈ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഞാൻ അയാളെ പരിചയപ്പെട്ടു. അയാൾ ഡെന്റിസ്റ്റാണ്, ഡോക്ടറാണ്.
അയാൾ ശരിക്കും ബാംഗ്ലൂരിലോ കോയമ്പത്തൂരോ അങ്ങാണ്ട് വെച്ചിട്ട് അമൃതാനന്ദമയിയുടെ ഡിവോട്ടിയാണ്. അവിടുത്തെ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അയാൾ കേരളവും കൂടി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അതിലെ ഏറ്റവും തിരക്കുള്ള സ്ട്രീറ്റ് എന്ന് പറയുന്നത് ബ്രോഡ്വേ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടാണ് അയാൾ മറ്റേ ബോട്ട് ജെട്ടി വന്ന് ഇറങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്തത്. അത് കഴിഞ്ഞ് അദ്ദേഹവും ഞാനും കൂടി ഇന്ത്യൻ ഓഫീസിലേക്ക് കയറിയിട്ട് പോയി അവിടെ. അപ്പോൾ പോയത് അങ്ങോട്ട് പോയത്. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെ ലജ്ജിച്ച് തലതാഴ്ത്തുന്നത് നമ്മുടെ ആളുകളാണ്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പം ജപ്പാനിൽ ചെന്നിട്ട് നമുക്ക് അവരുടെ ഭാഷ അറിയില്ലെന്ന് വെച്ചാൽ അവരാരും എന്ത് ചെയ്യില്ല. അവർക്ക് നമ്മളെക്കുറിച്ച് കുഴപ്പം തോന്നുള്ളൂ. അല്ലാതെ നമ്മൾ ജപ്പാനീസ് പഠിച്ചിട്ടില്ലെന്ന് അവർക്ക് തോന്നുള്ളൂ. അല്ലാതെ മറ്റേ ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ള ഫീലിംഗ് അവർക്ക് ഉണ്ടാവില്ല. ഇപ്പം തന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ജർമ്മൻ പഠിച്ചിട്ട് നിരവധി കുട്ടികളോട് വിദ്യാഭ്യാസത്തിന് വന്നിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. മനസ്സിലായി? ആ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും ഉണ്ട്. കാരണം ഇന്ത്യയിൽ വന്നാലും ജോലി കിട്ടും. അപ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്താണോ ഫ്രീ ആയിട്ട് നമുക്ക് വിദേശികൾക്ക് കൊടുക്കാൻ പറ്റുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ വലിയ ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ആളുകൾ ഇവിടെ വന്ന് ഹിന്ദി പഠിക്കും. അല്ലാതെ അതുകൊണ്ട് അപ്പോൾ അതൊക്കെ വരുത്താൻ വേണ്ടി ശ്രമിക്കാതെ നേരെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ലജ്ജിച്ച് തല താഴ്ത്തും എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവും അല്ല. അതിൽ ഇപ്പോൾ താങ്കളിപ്പം പറഞ്ഞതിൽ ഇപ്പം രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞ വാക്കുകളും വളരെ പ്രസക്തമായിട്ടുള്ള വാക്കുകളാണ്. ഒപ്പം തന്നെ അമിത്ഷാ പറഞ്ഞതിലും പല രീതിയിലുള്ള കാര്യമുണ്ട്. അങ്ങനെയാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. അതിനെ അമിത്ഷാ പറഞ്ഞതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മളുടെ സെൽഫ് എസ്റ്റീം ഇല്ലാതാവുന്നു ഈ ഇംഗ്ലീഷിൻ്റെ ഡോമിനൻസ് കാരണം. ഇംഗ്ലീഷ് വേണ്ടാന്നല്ല, ഇംഗ്ലീഷ് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം. ഒരു ലിങ്ക് തന്നെയാണ്, പാലം തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള ഒരു തർക്കമില്ല. പക്ഷേ നമ്മുടേതായിട്ടുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള കൾച്ചറിനെ കുറിച്ച്, ഭാഷയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ഈ ഡോമിനൻസ് കാരണം അത് സഹായകരമാവുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്, എന്നൊരു ഡിബേറ്റാണ് യഥാർത്ഥത്തിൽ അമിത്ഷാ എടുത്തിട്ടതെന്ന് തോന്നുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാളിൽ ഉണ്ടാകുന്നൊരു കാര്യമല്ല സുഹൃത്തെ. അതാണ് എനിക്ക് ഗൗതത്തോട് പറയാനുള്ളത്. ഇപ്പം മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് ഒരു വിസ കിട്ടി ആരെങ്കിലും പോകാതിരിക്കും? ഞാൻ ഈ ഗൗതത്തോട് തിരിച്ചൊരു കാര്യപ്പെട്ടെ, ഈ പ്രൈഡൊക്കെ ഗൗതം ഇട്ടിരുന്ന് പറയാം. പക്ഷേ നാളെ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഇപ്പോൾ 3.5 കോടി ജനങ്ങളിൽ ഏതാണ്ട് ഒരു 2.5 കോടി ജനങ്ങൾ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഈ 2.5 കോടി ജനങ്ങളോട് വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് അമേരിക്കയിൽ ഒരു സ്റ്റേറ്റ് തരാം, നിങ്ങളെല്ലാവരും കൂടി ഇവിടുന്ന് വിസ എടുത്ത് അങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം പേരും എന്ത് ചെയ്യും? പോകും. കാനഡയിലേക്ക് പോകും, ഫ്രാൻസിലേക്ക് പോകും, യൂറോപ്പിലേക്ക് പോകും. ഇതൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളെ ഈ പറയുന്ന ഒന്ന് ജീവിക്കാനുള്ള വരുമാനവും അതുപോലെ സന്തോഷകരമായി ജീവിക്കാനുള്ള ഒരു സേഫ്റ്റിയും ഒന്നും ഈ രാജ്യത്ത് ഇല്ല. ഇപ്പം കാനഡയിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും ഒക്കെ എനിക്ക് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് അവിടെ എൻ്റെ ഓഫീസിൽ തന്നെ ജോലി ചെയ്തിരുന്ന പലരോട് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം കാനഡയിലുള്ളൊരു കേസ് ഞാൻ താങ്കളോട് പറയാം. കാനഡയിൽ അവർക്കൊരു വലിയ വരുമാനമൊന്നും കിട്ടിയില്ലെങ്കിലും അവരുടെ ലെവൽ താഴേക്ക് പോകില്ല. എന്താ കാര്യമെന്ന് അറിയുമോ? അതുകൊണ്ട് അവരവിടെ സേഫാണ്. ഇപ്പോൾ ജോലി പലതും പോയാലും പ്രശ്നമില്ല. എന്താ കാര്യം? ഞാൻ മക്കളുടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. നമ്മളിവിടെ അങ്ങനെയല്ല. ഇപ്പോൾ ബാംഗ്ലൂർ അവർ ജോലി ചെയ്യാണ്, എറണാകുളത്ത് അവർ ജോലി ചെയ്യാണ്. നമുക്കൊരു ജോലി ഇല്ലാതെ 3 മാസം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്കൂളിൽ ചെന്ന് ഫീസ് അടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ ഒരു അച്ഛനും അമ്മയും നോക്കണം എന്നുള്ള ഒരു ധാരണ അവർക്കില്ല. കാരണം എന്താ? അവിടെ ഒരുപാട് സാമൂഹ്യക്ഷേമ പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പിന്നീട് സുഖമായി ജീവിക്കാം. മക്കൾക്ക് അച്ഛനമ്മയുടെയും ബർഡൻ എടുത്ത് തലയിൽ വെക്കണ്ട. ഞാൻ പറഞ്ഞ ബർഡൻ എന്ന് പറയുന്നില്ല അവരെ, പക്ഷേ അവരുടെ സാമ്പത്തികമായി അവരെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഇല്ല. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ ഇവിടെ നിന്നിട്ട് രാവിലെ നിങ്ങൾ കേരളത്തെക്കുറിച്ച് അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് മാത്രം എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യില്ല, കാര്യമില്ല. മനസ്സിലായേ? ചോര തിളക്കണം ഞരമ്പുകളിൽ എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. നിങ്ങളിവിടെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. ഇനി സാഹചര്യം എന്ന് പറയുമ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാം, സാമ്പത്തികം മാത്രമല്ല മറ്റ് നിരവധി കാര്യങ്ങൾ എടുക്കാം. ഇപ്പം നമ്മൾ അടുത്ത ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഒരാണും പെണ്ണും കൂടി ഇവിടെ നിന്ന് സംസാരിച്ചാൽ എത്തി നോക്കാത്ത എത്ര മലയാളി ഉണ്ടാവും? അതെ, ഒരു നിക്കർ ഇട്ട് പോയാൽ എത്ര പേരുണ്ടാവും? ബാംഗ്ലൂർ പോയി എന്താണ് സ്ത്രീകൾ താമസിക്കുന്നത് ഇവിടെ? വിദേശത്തേക്ക് പോകുമ്പോൾ എന്താണ് വ്യത്യാസം വന്നത്? ഇനി വിദേശത്തേക്ക് പോകുമ്പോൾ ഒരു കാര്യം പറയാം. വിദേശത്തേക്ക് പോയി ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോയ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഈക്വലാവുകയാണ്. 2 പേരും ഒരുമിച്ച് കിച്ചണിൽ കയറും, 2 അടുക്കളയിൽ കയറും, 2 പേർക്കും വിശക്കുമ്പോൾ മാത്രം ഫുഡ് ഉണ്ടാക്കും. ഒരു ബർഗറോ ഒരു സാൻഡ്വിച്ചോ അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങളോ ഉണ്ടാക്കി കഴിക്കും. എത്ര സുന്ദരമാണ് ഈ ലോകം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മറ്റേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചോറ് വെക്കുന്നു, കറി വെക്കുന്നു, മറ്റേ ഇത് വെക്കുന്നു, അച്ചാറുണ്ടാക്കുന്നു, മറ്റേ ഇതുണ്ടാക്കുന്നു, സദ്യ ഉണ്ടാക്കുന്നു, ബാക്കിയുണ്ടാക്കുന്നു. 3 മണിക്ക് കഴിക്കണം, 2 മണിക്ക് കഴിക്കണം, നിർബന്ധ ബുദ്ധികളാണ്. അവിടെ അങ്ങനെ കാര്യമില്ല സുഹൃത്തെ. അപ്പോൾ അത്തരം കൾച്ചറുകൾ ഉണ്ടാവുക, കുറെ കൂടി ഫ്രീഡം ഉണ്ടാവുക, അവരാരും തുറച്ചു നോക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് അതിനൊക്കെ സഹായിക്കുന്നുണ്ട്. മനസ്സിലായ? ഇംഗ്ലീഷല്ല, അവരുടെ കൾച്ചറാണത്. അപ്പോൾ അതിൽ നമ്മൾ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ, നമ്മൾ നല്ല കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. നമ്മൾ അവരുടെ വസ്ത്രധാരണത്തെ നേരെ ഇങ്ങോട്ട് എടുക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കും. നമ്മൾ ടൈ കെട്ടും, നമ്മൾ സൂട്ടിടും, കോട്ടിടും, അതൊക്കെ നമ്മൾ എടുക്കും. പക്ഷെ നമ്മളവരുടെ സ്വഭാവങ്ങളാണ്, സവിശേഷതകളാണ്
എടുക്കേണ്ടത്. അതെടുത്താൽ പ്രശ്നം തീരും. അല്ലാതെ ഹിന്ദി മറ്റേ ഈ ചപ്പടാച്ചിയൊന്നും അടിച്ചതുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ വെറും മണ്ടത്തരാണ്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഡൊണാൾഡ് ട്രംപും മറ്റേ നേരത്തെ പ്രധാനമന്ത്രിയായിരുന്ന കാനഡയുടെ ജസ്റ്റിൻ ട്രൂഡോ ഒക്കെ ഇപ്പം നാണിച്ച് നഖം കടിച്ച് അവിടെ ഇരിക്കുന്നുണ്ടാവും. എന്താണ് ഈ പറയണത്? ഷീ ജിങ് പിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും. അപ്പം അതുകൊണ്ടാണ് ശശി തരൂർ പറഞ്ഞത് എവിടെ പോയാലും നരേന്ദ്രമോദി ഹിന്ദിയിലാണ്. അതിലൊന്നും തെറ്റില്ല. ശശി തരൂർ പറഞ്ഞത് കറക്റ്റാണ്. ഇനി മലയാളത്തിൽ ലോക്സഭയിൽ ചെന്ന് സംസാരിച്ച് എന്താ കുഴപ്പമുള്ളത്? കനിമൊഴി തമിഴിലല്ലേ സംസാരിക്കുന്നത്. നിങ്ങളുടെ ഐഡിയ എത്രത്തോളം ഗംഭീരമാണെന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന രീതിയിലാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിൽ വേണ്ട. ഇംഗ്ലീഷെ പോലെ തന്നെ ഹിന്ദിയെയും കാണാം, ഹിന്ദി പോലെ തന്നെ മലയാളത്തെയും കാണാമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ ഇംഗ്ലീഷ് പറയുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തുന്നൊന്നും എന്ത് ചെയ്യണ്ട. അല്ല, ഇംഗ്ലീഷ് നമുക്കൊരു ഫോറിൻ ലാംഗ്വേജ് തന്നെയാണ്. ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് ആയിട്ടുള്ള ജർമ്മനും സ്പാനിഷും അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കണം. തീർച്ചയായിട്ടും ചൈനീസ് പഠിച്ചാലും തെറ്റില്ല. ഭാഷ ഒരുപാട് പഠിക്കുന്നത് നല്ലതാണ്. നമുക്ക് പഠിക്കാൻ പറ്റില്ല, നമ്മൾ 2-3 കൈകാര്യം ചെയ്യാം. പക്ഷേ ബാക്കിയുള്ളതൊക്കെ പഠിക്കേണ്ടതാണ്. ഞാൻ ശ്രമിച്ചാലോ എന്ന് ഞാനിപ്പോഴും വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ട്. അതെ, വളരെ എളുപ്പമാണ്. ഇപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ കുറേ കൂടി ഗംഭീരമായിട്ട് അറിയാം, സീരിയസ്ലി. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. 3-4 ലാംഗ്വേജും പിന്നെ അത്യാവശ്യം മാത്സും സയൻസും പഠിപ്പിച്ചാൽ ബാക്കി. നമ്മൾ ഈ പുതിയ വിദ്യാഭ്യാസ നയം ഉണ്ടല്ലോ, അതിൽ മാതൃഭാഷയ്ക്കാണ് കൂടുതൽ. അല്ല, മാതൃഭാഷയ്ക്ക് പ്രാധാന്യമൊക്കെ കൊടുക്കണം. അതിനൊന്നും വേണ്ടെന്നൊന്നും പറയുന്നത്. നമ്മുടെ സാഹിത്യകാരന്മാരൊക്കെ വല്ലാതെ വിഷമിക്കുന്നതാണ്. പഠിച്ചാലും നിങ്ങൾ മാതൃഭാഷ മറക്കും. അല്ല, മാതൃഭാഷ പഠിപ്പിക്കണം, അതിനൊന്നും തെറ്റൊന്നുമില്ല. പുള്ളിക്കാടൊക്കെ വലിയ വിമർശനം നടത്തിയിട്ടുണ്ടല്ലോ, മേരാമണ്ണം മലയാളം എഴുതാൻ അറിയാവുന്നവരുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അല്ല, അതിലൊക്കെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറയുന്നത് മാതൃഭാഷ നന്നായിട്ട് പഠിക്കണം, അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ അതിനോടൊപ്പം മറ്റു ഭാഷകൾ പഠിക്കുന്നത് നല്ലതാണെന്ന് പറയണം. അല്ലാതെ മറ്റു ഭാഷകളൊക്കെ സംസാരിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായും.